ഹലോ, അപ്പോൾ ഈ ചിക്കനും ബീഫും കടലക്കറിയും മുട്ടക്കറിയും ഈ കറികളൊക്കെ മാത്രം ഉണ്ടാക്കി കണ്ടാൽ മതിയാ? ഇടയ്ക്കിടയ്ക്ക് ഒരു മധുരവും കൂടി ആകുമോ? നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അഹങ്കാരത്തോട് പറയണേണ്, ഈ ഒരു പുഡിങ് ഞാൻ തന്നെ കണ്ടുപിടിച്ചാണെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പുഡിങ്ങാണ്. ഞാൻ കുറച്ച് ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണമെന്ന് വിചാരിച്ചാലേ, നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യാൻ പോണത് ആ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം കേട്ടോ ബ്രെഡിൻ്റെ എണ്ണവും കൂട്ടാനായിട്ട്. ഇതിൻ്റെ അരി മുറിച്ചതേ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഉപ്പുമാവായിട്ടോ അല്ലെങ്കിൽ കുറച്ച് സവാളയും പച്ചമുളക് ഇഞ്ചിയും പിന്നെ കുറച്ച് മൈദപ്പൊടി ഈ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടേ ബോൾസായിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിയാൽ അതൊരു സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതേ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാത്രത്തിലേക്ക് ബ്രെഡൊക്കെ ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഒട്ടും വെള്ളം ചേർക്കാത്ത പാല് വേണ്ടിട്ട് എടുക്കണം. ഞാനിപ്പോൾ 3 പാക്കറ്റ് പാല്, അതായത് 1.5 ലിറ്റർ പാലാണ് അതിനായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നന്നായിട്ട് തിളയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കില്ലേ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് വാനില എസൻസ് എന്ന് വെച്ചാൽ 1 സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മധുരത്തിന് വേണ്ടി നമ്മളിപ്പോഴേ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, പക്ഷേ പഞ്ചസാരനെക്കാട്ടും ടേസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു തവി ചേർത്ത് കൊടുത്ത് എന്നിട്ട് മധുരമൊക്കെ നോക്കി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മധുരം കുറവായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു തവിയും കൂടി ചേർത്ത് കൊടുത്ത്. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ. ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്. ഇപ്പോഴും തിള വന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വേറൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കാരമൽ പുഡിങ്ങിൻ്റെ ഈ ഒരു പാക്കറ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ പാക്കറ്റ് 70 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിലൊരു സിറപ്പ് ഉണ്ട് കാരമലൈസ് ചെയ്ത, അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതിലുള്ള പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 3 പാക്കറ്റ് പാലാണ് എടുത്തേക്കണം. അപ്പോൾ 3 പാക്കറ്റ് പാലിന് 3 പാക്കറ്റ് പൊടി വേണം. അപ്പോൾ 1 പാക്കറ്റാണ് പാലെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് 1 പാക്കറ്റ് പൊടി മതി കേട്ടോ. ഇതിപ്പോൾ എന്തോന്ന് 40 രൂപയാണ് ഒരു പാക്കറ്റിന് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലൊന്നും അല്ലല്ലോ ഇത് ചെയ്യണത്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഒട്ടും കൈ വിടാതെ വല്ല അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കണക്കാട്ടെ മുമ്പ് തന്നെ നമ്മൾ പാത്രത്തിൽ ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇല്ലേ ഈ ഒരു പാത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് സെറ്റായി പോകും കേട്ടോ. അപ്പം ഞാൻ കുറേശ്ശെ ആയിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ പോലത്തെ പാത്രമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളുടെ പാത്രം റൗണ്ടായിപ്പോയി. അപ്പം ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് പിന്നെയും നമ്മളുടെ മിക്സില്ലേ അതും ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഈ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഫാനിൻ്റെ അടിയിൽ കൊണ്ട് ഇതൊന്ന് വെച്ചിട്ട് ചൂടാറിച്ചിട്ട് വരാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഏതായാലും മതി. ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതെന്തോ 69-70 രൂപ എന്തോ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വില. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വിസ്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന്, വിസ്കൊക്കെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്പൂണും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ നമ്മുടെ പുഡിങ് ചൂടാറിയതിന് ശേഷം ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 15 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചതെന്ന് വെച്ചാൽ ആ ഒരു ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫ്രഷ് ക്രീം ഒഴിക്കണമെങ്കിൽ ഇച്ചിരി കട്ട പോലെ കിട്ടണതാണ്, പക്ഷേ നമ്മുടെ വിസ്ക് ഇല്ലാത്തത് കൊണ്ട് ഇട്ടാണ്ടായി. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ട് നന്നായിട്ട് അഴിച്ചെടുക്കണേ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചെടുത്തതിന് ശേഷം ഞാൻ പുറത്ത് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇടണമല്ലോ. എൻ്റെ കയ്യിൽ നട്ട്സും ഇല്ല, അതേപോലെ ബദാമുല്ല, ഒന്നുമില്ല. ഞാൻ നോക്കുമ്പോഴില്ലേ 5 രൂപയുടെ കപ്പലിനുട്ടായി ഇവിടെ ഇരിപ്പുണ്ട്. ഈ ചോറ് കഴിച്ച് പോണ ആൾക്കാരില്ലേ മധുരത്തിന് വേണ്ടി കപ്പലിനുട്ടായി മേടിക്കും. പിന്നെ അതേപോലെ 5 രൂപ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ കപ്പലിനുട്ടായി തട്ടേ ചേട്ടാന്ന് ചോദിക്കും. അങ്ങനെ മേടിച്ച് വെച്ചാൽ കപ്പലിനുട്ടായാണെങ്കിൽ അതിൽ നിന്ന് 5-6 കൊടുത്തിട്ട് എന്താണെന്ന് പറയുമ്പോൾ മിക്സിയിലിട്ടെന്ന് ഒന്ന് പൊടിച്ചെടുത്ത്, നന്നായിട്ട് പൊടിച്ചില്ല കേട്ടോ, കടിക്കാൻ പാകത്തിൽ എടുത്തിട്ടുണ്ട്. ഇതേപോലെ സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്. ഞാനിത് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടാക്കിയതാണ് ഈ ഒരു പുഡിങ്. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു ഗസ്റ്റ് വന്നപ്പോൾ എടുത്തത്. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയണല്ല, ഞാൻ തന്നെ വിചാരിച്ചു ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന്.
അത്രയും ടേസ്റ്റ് ആയിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു പുഡിങ്. അപ്പോൾ ഇത് ഇഷ്ടമായാലേ ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്